Hey my dear guys, welcome to the sessions of the CA Intermediate Paper number 1 Advanced Accounting. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് A16 ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എൻറ്റിറ്റി ഉണ്ട്, ആ എൻറ്റിറ്റി ബോറോ ചെയ്തിരിക്കുന്നത് 10 lakh rupees ആണ്. അവർ കോസ്റ്റ് ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ഹെഡ് ഓഫീസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ എമൗണ്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു അസറ്റിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്കെ ആണോ? അത് കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ബോറോ ചെയ്യുന്നത്. ക്വാളിഫയിങ് അസറ്റിൻ്റെ കണ്ടീഷനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു അസറ്റിൻ്റെ കൺസ്ട്രക്ഷൻ, അക്വിസിഷൻ, പർച്ചേസ് ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എടുക്കുകയാണ് നമ്മുടെ ഇൻറ്റൻഡഡ് യൂസിനെങ്കിൽ നമ്മൾ ആ ഒരു പീരീഡിൽ ഇൻകർ ചെയ്യുന്ന എത്രയാണോ ആ ഒരു ബോറോയിങ് കോസ്റ്റ് ഉണ്ടായിരിക്കുന്നത്, ആ ഒരു പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ആണോ അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. നമ്മുടെ ലോൺ എമൗണ്ട് സ്പെസിഫിക് ബോറോയിങ്സ് ആണോ അത് ജനറൽ ബോറോയിങ്സ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ സ്പെസിഫിക് ബോറോയിങ്സ് ആണ് എങ്കിൽ അതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻകത്തെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ആ ബോറോയിങ് കോസ്റ്റിനകത്ത് നിന്ന് ലെസ് ചെയ്തിരിക്കണം എന്നതാണ് നമ്മളുടെ കണ്ടീഷനായിട്ട് വരുന്നത്. ഓക്കെ ആണോ? യെസ്, ഇൻ ദിസ് കേസ് നമ്മൾ ഈ ലോൺ അവെയിൽ ചെയ്തിരിക്കുന്നത് 1st May 2018 ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത് 12% പെർ ആനമാണ്. എവിടെ വരെ? 1st February 2019 വരെ എന്ന് പറഞ്ഞാൽ May to Jan ആ ഒരു പീരീഡ് ഉണ്ടായിരിക്കുമല്ലോ, അത്രയും പീരീഡിലെ നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 12% ആയിരിക്കും. ഇനി ഫെബ്രുവരി മാർച്ച് 2 മാസം ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത് എത്രയാണ്? 13% ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി കൺസ്ട്രക്ഷൻ ബിഗിൻ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? 1st December 2018 ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഇതുവരെ ബിഗിൻ ചെയ്തിട്ടില്ല, എന്ന് തൊട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്, 1st December തൊട്ടിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ദെൻ ഒരു കുഴപ്പമില്ലാതെ എവിടം വരെ പോയി? 31st March 2019 വരെ പോയി. ഓക്കെ ആണോ? ഇനി എൻറ്റിറ്റി ഇൻകർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസുകൾ നോക്കുകയാണെങ്കിൽ ഡിസംബർ മാസത്തിൽ 1 lakh 2,50,000 ജനുവരി ടു മാർച്ച് ആ ഒരു 3 monthിലും ഇൻകർ ചെയ്തിട്ടുണ്ട്. ഈച്ച് മന്താണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഈച്ച് മന്ത് ആണ്. ഓക്കെ ആണോ? ഇൻ ദ ഫസ്റ്റ് മന്ത് ഡിസംബറിൽ 1 lakh ആൻഡ് 2,50,000 വെച്ചിട്ട് 3 മാസം. ഓക്കെ ആണോ? ദെൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ഈ ഒരു എക്സ്പെൻസിന് നമ്മൾ മീറ്റ് ചെയ്യാൻ ഫസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്തു, ബോറോ ചെയ്തു. 1st May നമുക്ക് പൈസ കിട്ടി. ഈ പൈസ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിനകത്തോട്ട് മാറ്റി. എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിനകത്തുനിന്ന് എന്താണ് ഈ ഒരു പീരീഡിൽ എത്ര ഇൻട്രസ്റ്റ്, അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകമായിട്ട് എത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ട്, നമുക്ക് 5% പെർ ആനത്തിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻകം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പീരീഡിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, ടോട്ടൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആ ഒരു 10 lakh ബോറോയിങ്ങിനകത്ത് നമുക്ക് 1,11,667 ഇൻട്രസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻകർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്തതിനകത്തുനിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം എത്ര കിട്ടിയിട്ടുണ്ട്? 37,970 അത്രയും എമൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിട്ട് നമുക്കൊരു ഇൻകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു സ്പെസിഫിക് ബോറോയിങ് ആണ്. ഈ ഒരു സ്പെസിഫിക് ബോറോയിങ്ങിനകത്ത് എന്താണ്, നമുക്ക് എത്രയാണോ ആ ഒരു ഇൻകം കിട്ടിയിരിക്കുന്നത് അത് ആ ബോറോയിങ് കോസ്റ്റ് ആ ഒരു പീരീഡിനകത്ത് എന്ത് ചെയ്തിരിക്കണം, കുറച്ച് കാണിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഒരുപാട് കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടൻറ്റ് കൂടുതലാണെന്ന് തോന്നാം. അങ്ങനെ വരികയാണെങ്കിൽ എന്താണ്, ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചാർട്ടിനെ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. ഓക്കെ ആണോ? കാണാമല്ലോ. ഓക്കെ, യെസ്. നമ്മുടെ ലോൺ എമൗണ്ട് അവെയിൽ ചെയ്തിരിക്കുന്നത് 1st May 2018 ഓക്കെ ആണോ? നമ്മുടെ ഇൻട്രസ്റ്റ് പേബിൾ 12%-ന് 13% ആയി. എവിടെ തൊട്ടിട്ട്? നമ്മളുടെ 1st February മുതൽ നമുക്ക് 13% ആയിരിക്കും വന്നിരിക്കുന്നത്. ഈ ഒരു ഡയഗ്രാം അല്ല ഈ ഒരു ടൈം സ്ലാബ് നോക്കുകയാണെങ്കിൽ എന്താണ് 12%. ഓക്കെ, 1st February വരെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് 30%. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കൺസ്ട്രക്ഷൻ പീരീഡ് എത്രയാണ് വന്നിരിക്കുന്നത്?
ഫസ്റ്റ് ഡിസംബർ ടു 31st മാർച്ച് ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് ഡിസംബറിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു 1 lakh ആൻഡ് ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസങ്ങളിലായിട്ട് ഈച്ച് മന്തിൽ 2,50,000 ആയിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത് നമ്മളുടെ എക്സ്പെൻസുകൾ വന്നിരിക്കുന്നത്. ഓക്കെ ആണോ? എക്സ്പെൻസുകൾ വന്നിരിക്കുന്നത്. ഇനി കൺസ്ട്രക്ഷൻ പീരീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ, കൺസ്ട്രക്ഷൻ പീരീഡിനകത്തോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്, ഈ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പീരീഡ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? നമ്മളുടെ നവംബർ മാസം വരെ ആയിരിക്കും. ഫസ്റ്റ് മെയ് തൊട്ടിട്ട് നവംബർ മാസം വരെ ആയിരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ എന്താണ് 7 months ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ആണോ? ആ ഒരു പീരീഡിൽ നമുക്ക് 10 lakh, ഞാൻ എപ്പോഴും പറയാറുള്ള സംഭവമാണ്, നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്യാത്തതിൻ്റെ കാര്യമാണ് AS16 ഡീൽ ചെയ്യുന്നത്. നിങ്ങൾ എത്രത്തോളം ക്യാപിറ്റലൈസ് ചെയ്യണം എന്നതിൻ്റെയൊക്കെ ഡിസിഷൻ നിങ്ങളുടെയാണ്, വാട്ട് എവർ ദ കേസ് മേ ബി. ബട്ട് ഞങ്ങൾ എന്താ ചെയ്യുക, ബാങ്ക് എന്താ ചെയ്യുക, അല്ലെങ്കിൽ ബോറോ ചെയ്യുന്നവരെന്താ ചെയ്യുന്നത്, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് എന്ത് കിട്ടിയാൽ മതി, ഇൻട്രസ്റ്റ് കിട്ടിയാൽ മതി. നിങ്ങൾ എക്സ്പെൻസീവോ ക്യാപിറ്റലൈസീവോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഫസ്റ്റ് മെയിൽ ഞങ്ങൾ പൈസ തന്നിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? യെസ്. ആ ഒരു പീരീഡിൽ നമ്മൾ ഇൻക്വയർ ചെയ്തിരിക്കുന്നത് 7 month ആണ് നമ്മുടെ ഒരു പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ആയിട്ട് വരുന്നത്. കൺസ്ട്രക്ഷൻ നടക്കാത്ത പീരീഡ് എന്ന് പറയുന്നത് 7 months ആണ്. ആ ഒരു പീരീഡിൽ ഈ 10 lakh ബോറോയിങ്ങിന് 12% ആയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുകയാണെങ്കിൽ എത്ര വരും? 70,000 ആയിരിക്കും ആ ഒരു പീരീഡിലെ ഇൻട്രസ്റ്റ് വരുന്നത്. ഇനി കൺസ്ട്രക്ഷൻ നടന്ന പീരീഡിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ നമ്മുടെ ചാർട്ട് ഓൾറെഡി ഉണ്ട്. കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 1st ഡിസംബർ തൊട്ടിട്ട് 31st മാർച്ച് വരെ ആയിരിക്കും സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു പീരീഡിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 12% ആൻഡ് 13% ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഇത് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 12% എടുക്കുകയാണെങ്കിൽ ഡിസംബർ ആൻഡ് ജനുവരി ഈ ഒരു 2 മാസമായിരിക്കും 12 monthsനകത്ത് ഉള്ളത്. അപ്പം ആ ഒരു പീരീഡിൽ 20,000ഉം ഇനി ഫെബ്രുവരി ആൻഡ് മാർച്ച് മാസത്തിനകത്താണെങ്കിൽ എത്ര ആയിരിക്കും വരുന്നത്? നമ്മുടെ 21,666 ആയിരിക്കും വരുന്നത്. അങ്ങനെ ടോട്ടൽ ആ ഒരു കൺസ്ട്രക്ഷൻ നടന്ന പീരീഡ് എലിജിബിൾ ഫോർ ദ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 41,666 ആയിരിക്കും വരുന്നത്. സർ ഡയറക്റ്റ്ലി എന്നാൽ കൊണ്ടുപോയി ചെയ്യാം? നോ പ്ലീസ് വെയിറ്റ്. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് സ്പെസിഫിക് ബോറോയിങ് ആണ്, നിങ്ങൾക്ക് ഇൻകം ഉണ്ട്. അപ്പം നിങ്ങളുടെ ഇൻകം എന്ത് ചെയ്യുക? ഈ ഒരു എമൗണ്ടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ളതാണ് എത്രയാണ് നിങ്ങളുടെ ഇൻകം എത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിനകത്തുനിന്ന് കിട്ടുന്നത്. ഓക്കെ ആണോ? എത്ര ഇൻകം ആയിരിക്കും കിട്ടുന്നത്? നമ്മളുടെ മന്ത്സ് എടുക്കുകയാണെങ്കിൽ ഡിസംബർ മന്ത് ഉണ്ട്. ഈ ഒരു ഡിസംബർ മന്തിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ നമ്മളുടെ ആ ഒരു എന്തുണ്ട്, ആ ഒരു ലോണിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന 1 lakh ആണ്. ദാറ്റ് മീൻസ് 9 ലക്ഷം രൂപ എന്തുണ്ട്, സ്റ്റിൽ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു 9 ലക്ഷം ആയിരിക്കും ഇനി റിമൈനിങ് ആയിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് എത്രയായിരിക്കും ഇൻട്രസ്റ്റ് ആ ഒരു പീരീഡിൽ കിട്ടുന്നത്? 3,750 3,750 ആയിരിക്കും നമുക്ക് എത്ര കിട്ടുന്നത് ആ ഒരു പീരീഡിൽ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ജനുവരി മന്ത് എടുക്കുകയാണെങ്കിൽ ജനുവരി മന്തിൽ 2,50,000 ആയിരിക്കും നമ്മളുടെ എന്ത് ചെയ്യുന്നത് യൂസേജ് വരുന്നത്. ഓൾറെഡി 9 lakh ഉണ്ടായിരുന്നു, അതിനകത്ത് നിന്ന് 2,50,000 നമ്മൾ എന്ത് ചെയ്തു, കുറച്ചു. പിന്നെ റിമൈനിങ് ആയിരിക്കുന്നത് 6,50,000 ആയിരിക്കും. ഇതിന് 5% ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനകത്ത് പോയിട്ട് വീണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യുക, വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വരാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും, ഏതാണ് ഈ പെർസെൻറ്റേജിൻ്റെ കാര്യം. ക്വസ്റ്റ്യൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് 5% ആണെന്ന്. നമ്മളപ്പോൾ അത് എന്ത് ചെയ്തു, പ്രൊപ്പോർഷനേറ്റ്ലി എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, 2,007.08 ആയിരിക്കും എത്ര വരുന്നത്, നമ്മളുടെ
ആ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് ജനുവരി മന്തിനകത്തുനിന്ന് വരുന്നത്. അടുത്ത ഫെബ്രുവരി എടുക്കുകയാണെങ്കിൽ 2,50,000 ആയിരിക്കും നമ്മളുടെ എക്സ്പെൻസ് ഇൻകർ ആവുന്നത്. ആൻഡ് നമുക്ക് ഓൾറെഡി 6,50,000 എന്തുണ്ട് നമുക്ക് എന്തുണ്ട് റിമൈനിങ് ആയിട്ട് കിടപ്പുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ ആണോ? അങ്ങനെ വരികയാണെങ്കിൽ ബാലൻസ് കിടക്കുന്ന ഫെബ്രുവരി മന്തിനകത്ത് 4 lakh ആണ്. 4 lakhൻ്റെ 5% ഒരു മന്തിലേക്കുള്ള എത്രയാണ്? 1,667 ആയിരിക്കും നമ്മളുടെ ഇൻട്രസ്റ്റ് വരുന്നത്. ക്വസ്റ്റ്യനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇതെന്താണ് നമ്മുടെ ഫസ്റ്റ് ദിവസം തന്നെ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു റിമൈനിങ് പാർട്ട് അങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്മളെപ്പോഴും വായിച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എടുത്തേക്കുന്നത്. ഓക്കെ ആണോ? മാർച്ച് മന്തിനകത്ത് 2,50,000 തന്നെ ഇൻകർ ചെയ്തു. ദെൻ അത് ഇൻകർ ചെയ്തിട്ട് ആ ഒരു മന്തിൽ എത്ര ഉണ്ടായിരുന്നു? ഓൾറെഡി 4 lakh ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് ഫസ്റ്റ് ഡേ നമ്മൾ വിഡ്രോ ചെയ്തു. ആൻഡ് 1,50,000 ആണ് റിമൈനിങ് ഉള്ളത്. അതിൻ്റെ 5% അങ്ങനെ എന്ത് ചെയ്തു? 625 ആയിരിക്കും നമ്മളുടെ ഇൻട്രസ്റ്റ് വരുന്നത്. അങ്ങനെ ടോട്ടലി നമുക്ക് കിട്ടുന്ന ആ ഒരു പീരീഡിൽ, ഇൻ ബിറ്റ്വീൻ ആ ഒരു പീരീഡിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 80,750 ആയിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇൻട്രസ്റ്റ് നമുക്ക് വരുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു പീരീഡിലെ ക്യാപിറ്റലൈസേഷന് എലിജിബിൾ ആയിട്ടുള്ള എന്തിനകത്തുനിന്ന്, നമ്മളുടെ ബോറോയിങ് കോസ്റ്റിനകത്തുനിന്ന് ആ ഒരു ഇൻകം എന്ത് ചെയ്യണം? കുറച്ച് കാണിക്കണം. ഓക്കെ ആണോ? ദെൻ അങ്ങനെ വരികയാണ് എങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടേഷൻ വരികയാണെങ്കിൽ ബോറോയിങ് കോസ്റ്റ് എലിജിബിൾ ഫോർ ദ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് കമ്പ്യൂട്ട് ചെയ്തു. ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എലിജിബിലിറ്റി കമ്പ്യൂട്ട് ചെയ്തതാണ്. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് റിസീവബിൾ ആയിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ കുറച്ചു. ദെൻ വി വിൽ ഗെറ്റ് ദ ആക്ച്വൽ ബോറോയിങ് കോസ്റ്റ് എത്രയാണോ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? 32,960 ആണ് എന്ത് വരുന്നത്, നമ്മളുടെ ക്യാപിറ്റലൈസ് ചെയ്യുന്ന എമൗണ്ട് വരുന്നത്. ബാക്കിയുള്ള എമൗണ്ട് ഇൻകം എന്ത് ചെയ്യുക? നിങ്ങളുടെ P&Lനകത്ത് എക്സ്പെൻസ് ഇൻകം ആക്കി നമ്മൾ കാണിക്കുക. ഓക്കെ ആണോ? ഓക്കെ, ദ ആൻസർ വിൽ ബി ദിസ്. ആൻഡ് ഇത് CA ഫൈനലിനുള്ള ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡേഴ്സ് 23-കകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് അവിടെ പറയുന്നത്, അതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. യെസ്, ദ ആൻസർ നമുക്ക് കിട്ടിയത് തന്നെയാണ് അവർക്കും കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ എന്താ ഡീൽ ചെയ്യുന്നതെന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതിയാവും. ഓക്കെ.